കേൾക്കൂല അവനെ പറ്റിയൊരു ഉപദ്രവങ്ങൾ കേട്ടോ. നാട്ടിലൊരാളും പറയില്ല അവനെ പറ്റി. അവനെ അറിയുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവനെ ചേർത്ത് പിടിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പക്ഷെ ഓനെ പോയി എന്നാലും ഓന് വയസ്സ് 30 അപ്പോൾ ഇതും വേണ്ട നമുക്ക് ജീവിതത്തിൽ കല്യാണം. അപ്പോൾ ആ നിലക്കാണ് അത് അന്വേഷിക്കേണ്ടത്. അതായത് അവന് പറ്റിയ പഠിച്ചോ തരട്ടെ. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ മക്കരപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് നജ്മുദ്ദീനെ കാണാനാണ്. നജ്മുദ്ദീനെ പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. നജ്മുദ്ദീന് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ പിന്നെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ പിടിച്ച് നടക്കും. പിന്നെ ബൈക്കുണ്ട്, ബൈക്കിൽ പോവും. ഇവിടെ കച്ചവടം കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അവരോട് തന്നെ ചോദിക്കാം. നിങ്ങൾ മാക്സിമം കൂടെ നിൽക്കുക, മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, ഈ കാണുന്നതാണ് നജ്മുദ്ദീൻ്റെ വീട് കേട്ടോ. ഇതാണ് നജ്മുദ്ദീൻ്റെ വണ്ടിയാണത്. ഓക്കെ, ഈ വരുന്നതാണ് നജ്മുദ്ദീൻ. അത് കണ്ടില്ല, നടക്കുമ്പോൾ ഇങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ പിടിച്ച് ഒറ്റക്ക് നടക്കും. പിന്നെ പുറത്തേക്ക് പോകുമ്പോഴാണ് ബൈക്കോ പിന്നെ വീൽ ചെയർ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അവിടെ ഇരുന്ന നജ്മുദ്ദീൻ. ഇത് നജ്മുദ്ദീൻ്റെ ഉപ്പയാണ്. ഇപ്പോൾ കല്യാണത്തിന് മുമ്പ് തന്നെ ഒരു ചെറുപ്രായത്തിലല്ലേ വണ്ടി വന്ന് വീണ അല്ലേ? ഒരു 18 വയസ്സിലെ സൈക്കിൾ വന്ന് വീണതാണ്. അങ്ങനെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ? ഞാൻ ഇളാപ്പയാണ്, ഉപ്പാൻ്റെ അനിയനാണ് അല്ലേ? അത് ശരി. അപ്പോൾ നജ്മുദ്ദീനെ എന്തൊക്കെയാ വിശേഷം? സുഖമല്ലേ? ഡിഗ്രി വരെയാ പഠിച്ചല്ലേ? ആ, എവിടെയായിരുന്നു? ഇവിടെ മലപ്പുറം കോളേജിൽ. ആ, ഏതായിരുന്നു കോഴ്സ്? BA ഇസ്ലാമിക് ഹിസ്റ്ററി അല്ലേ? ആ, എവിടെയാ ഷോപ്പ്? സ്കൂളിൻ്റെ മുന്നിൽ. ആ, എന്ത് കടയാ? ചെറിയ സ്റ്റേഷനറി കട. സ്റ്റേഷനറി ആയിട്ടില്ലേ? ആ ആ, അതിപ്പോൾ കുറേ ആയോ തുടങ്ങിയിട്ടേ? ഇപ്പോൾ 2 കൊല്ലം കഴിഞ്ഞു. 2 കൊല്ലമായി അല്ലേ? അതിൻ്റെ മുമ്പ് വേറെന്താ പരിപാടി ഉണ്ടായിരുന്നോ? വേറെ ചെറിയ ചെറിയ പരിപാടികൾ തുടങ്ങി. ആ, നിങ്ങൾക്ക് ഇപ്പം എത്ര വയസ്സായി? ഇപ്പോൾ 30 കഴിഞ്ഞു. 30 വയസ്സ് കഴിഞ്ഞില്ലേ? അതെ. അപ്പോൾ നല്ലൊരു വധുവിനെ എത്രയും പെട്ടെന്ന് നമ്മൾ കണ്ടെത്തണം. ദൂരമൊന്നും പ്രശ്നമില്ലല്ലോ, ഇങ്ങോട്ട് വന്ന് നിൽക്കാൻ പറ്റുന്ന ഏത് ദൂരത്തുള്ള നമ്മൾക്ക് സ്വീകരിക്കാം. 30 വയസ്സല്ലേ ഇപ്പോൾ ആയതേ? നമ്മൾ ഒരു എത്ര വയസ്സ് വരെ നോക്കുന്നുണ്ട്? വയസ്സ് എത്ര നോക്കി നിൽക്കാം? അങ്ങനെ പ്രശ്നമൊന്നുമില്ല. വയസ്സിനെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല. ഓനെ നോക്കാൻ പറ്റിയ ഒരാളായിരിക്കണം, ഓൻ്റെ ഒപ്പം കൂടെ നിൽക്കാൻ പറ്റിയ ഒരാളായിരിക്കണം, അത്രേ ഉള്ളൂ. വയസ്സ് ഓനിപ്പോൾ അവിടെ കച്ചവടമുണ്ട്. അപ്പോൾ ആ കച്ചവടത്തിലൊക്കെ ഒപ്പം കൂടി ഓനെ സഹായിച്ചാൽ മുന്നോട്ട് പോകാൻ കഴിയുമല്ലോ. ഓന് വണ്ടി ഉണ്ട്, ഒപ്പം പോകാനൊക്കെ കൊണ്ടെടുക്കാനും ചെയ്യാനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാനൊക്കെ വണ്ടിയൊക്കെ ഉള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും പല പല ബിസിനസ്സുകൾ ചെയ്യാമല്ലോ കാര്യമായിട്ടും. കാരണം വെച്ചാൽ ഓനെ നമ്മളുണ്ട് ഒപ്പം. ഓനെ എല്ലാ കാര്യത്തിലും മുന്നോട്ട് വെക്കാനുള്ള വഴികൾ തുറന്നു കൊടുക്കാൻ നമുക്ക് ഒപ്പം ഒരാൾ കിട്ടിയാൽ മതി. ഓനെ നോക്കാൻ പറ്റിയ ഒരാൾ, കൂടെ നിൽക്കാനും ഓനെ സ്നേഹിക്കാനും പറ്റിയ ഒരാളെ കിട്ടിയാൽ മതി. വയസ്സിലല്ലല്ലോ പ്രാധാന്യം നമുക്ക്. പിന്നെ വലിയൊരു കുഴപ്പമില്ലാത്ത ഒരാളെ കിട്ടണം എന്നുള്ളതാണ്. പിന്നെ ദീനിയായിരിക്കണം. ഡിവോഴ്സ് ഒന്നും കുഴപ്പമില്ലല്ലോ? അങ്ങനെയൊന്നുമില്ല. കുട്ടികളുണ്ടാവരുത്. കുട്ടികളെപ്പോലും അവർക്ക് കഴിയൂലല്ലോ പോലും, അത്രേ ഉള്ളൂ. പിന്നെ ദീനിയായിരിക്കണം. അനിയന് ഉസ്താദാണ്, ഇവിടെ പള്ളിക്കലാണ്. ഓനും ഉസ്താദാണ്, കുഴപ്പമില്ല. പിന്നെ ഉമ്മ ഉണ്ട്. ഉമ്മ പിന്നെ വരാനൊരു ചെറിയൊരു മടിയുണ്ട്. ഇത് വാപ്പ, എളാപ്പ, ഞാൻ അമ്മേൻ്റെ ഇറക്കലാണ്, അമ്മോൻ്റെ. നജ്മുദ്ദീനെ, എങ്ങനെയുള്ളൊരു പെൺകുട്ടീനെയാണ് വേണ്ടേ? നമ്മളെ മനസ്സിലുള്ളതെല്ലാം അങ്ങോട്ട് പോരട്ടെ, പറഞ്ഞോ. എനിക്കെന്താ ഒരു അത് തന്നെ ഇക്ക പറഞ്ഞ തന്നെ അല്ലേ? നമ്മൾ അത്രേ ഉള്ളൂ അല്ലേ? പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അതെ 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 അതെ. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ഇവർ പറഞ്ഞ ഒരു പ്രസക്തമായ ഒരു കാര്യമാണ്. PSC ചെയ്യുന്നുണ്ട് അല്ലേ? വളരെ ഗവൺമെന്റ് ജോബ് എത്രയും പെട്ടെന്ന് കിട്ടട്ടെ. അതെ അത്യാവശ്യം പഠിക്കണം. അതെ, കുഴപ്പമില്ല. PSC ചെയ്തുകൊണ്ട് എഴുതാൻ പോലുണ്ട്. അതെ അതെ, കാര്യങ്ങളൊക്കെ PSC എഴുതാൻ എല്ലായിടത്തും ഉണ്ടെങ്കിൽ പോയൊക്കെ ഉണ്ടോ. അപ്പോൾ അവർ പറഞ്ഞൊരു പ്രസക്തമായ കാര്യമാണ്. അതായത് വയസ്സ് പ്രശ്നമല്ലാന്നും ഡിവോഴ്സ് ആയതൊക്കെ നമുക്ക് പറ്റും എന്നുള്ളതും, ഭർത്താവ് മരിച്ചതോ ഡിവോഴ്സ് ആയതൊക്കെ നമുക്ക് പറ്റും. അപ്പോൾ ഒരു ജീവിതത്തിൽ ഫെയിലായിപ്പോയി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്ന് ഡിവോഴ്സായി അല്ലെങ്കിൽ അങ്ങനെ വന്ന ഒരുപാട് സ്ത്രീകളുണ്ടാവും. ഇനി നമ്മളെ സ്നേഹിക്കുന്ന ഒരു ആത്മാർത്ഥതയുള്ള ഒരാളെ നമ്മൾ കണ്ടെത്തണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ, ഒരു ആത്മാർത്ഥതയുള്ള ഒരു സ്നേഹം വേണം, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. ആത്മാർത്ഥതയുള്ള സ്നേഹം കൊടുക്കൂലേ? അതെ, തീർച്ചയായിട്ടും കരകളഞ്ഞ സ്നേഹം കിട്ടും. അതെ. അപ്പോൾ മൂപ്പര് ഒന്ന് ഇക്ക പറഞ്ഞ പോലെ തന്നെ നല്ല സപ്പോർട്ടീവായിട്ടുള്ള ഒരാൾ തന്നെ ആയിരിക്കണം. പിന്നെ നമ്മളിപ്പോൾ
ബിസിനസ് ആയാലും ഒരുമിച്ച് ചേർന്നവർക്ക് ചെയ്യാനായാലും പിന്നെ കൂടെ ഒരു ഹെൽപ്പ് ഒരു താങ്ങും തണലായിട്ടുള്ള ഒരാളായിരിക്കണം. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരാൾ എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ. പിന്നെ ദൂരവും കാര്യങ്ങളൊന്നും നമുക്ക് പ്രശ്നമില്ല, വയസ്സൊന്നും പ്രശ്നമില്ല. പിന്നെ ചെറിയ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള നമുക്ക് പറ്റുമോ? ചെറിയ ഇതൊക്കെ കുഴപ്പമില്ല. ഏതായാലും അവന് വിളിക്കട്ടെ, നമുക്ക് നോക്കാം, നോക്കിയിട്ട് ചെയ്യാനും കുഴപ്പമൊന്നുമില്ല. അറിയുന്ന ഒരാൾ തന്നെയാണ് അവന്. അവൻ്റെ അടുത്തൊരു ഒരു കറ കളഞ്ഞ എന്താ സ്നേഹം ഉണ്ടാവും, ഓൻ്റെ അടുത്തുണ്ടാവും. അത്രേ ഉള്ളൂ. ഒരാളെ പറ്റിച്ച് പരിചയമില്ലാത്ത ആളാണ്. സ്വന്തം കാര്യങ്ങൾ നോക്കി ഒരാൾക്കൊരു ഉപദ്രവം ചെയ്യാതെ, ഒരാളും പറഞ്ഞ് കേൾക്കൂല അവനെ പറ്റിയൊരു ഉപദ്രവങ്ങൾ കേട്ടോ. നാട്ടിലൊരാളും പറയില്ല അവനെ പറ്റി. അവനെ അറിയുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവനെ ചേർത്ത് പിടിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പക്ഷെ ഓനെ പോയി എന്നാലും ഓന് വയസ്സ് 30 അപ്പോൾ ഇതും വേണ്ട നമുക്ക് ജീവിതത്തിൽ കല്യാണം. അപ്പോൾ ആ നിലക്കാണ് അത് അന്വേഷിക്കേണ്ടത്. ഏതായാലും അവന് പറ്റിയ പഠിച്ചോ തരട്ടെ. ഇവർ 4 മക്കളാണ്, 2 പെണ്ണും 2 ആണുമാണ്. അപ്പോൾ ഒരു ഏറ്റവും ഇളയ ആളല്ലേ ഉസ്താദ്, ഇളയ ആൺകുട്ടി ഉസ്താദാണ്. പിന്നെ ഒരു പെൺകുട്ടീൻ്റെ കല്യാണം കഴിഞ്ഞു. പിന്നെ ഒരു മോളുള്ളത്, അവൾക്കും നടക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അതേപോലെ നജ്മുദ്ദീനും, 2 ആൾക്കാണ് ഈ നടക്കാൻ ബുദ്ധിമുട്ട് ഈ വീട്ടിലുള്ളത് അല്ലേ? അതെ. അപ്പോൾ ഫ്രണ്ട്സ്, കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്കിതിൽ മെയിനായിട്ട് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, വയസ്സ് നമുക്ക് പ്രശ്നമേ അല്ല. ഇപ്പോൾ സ്നേഹിക്കുന്ന ഒരു മനസ്സുള്ള ഒരാളാവുക എന്നുള്ളതാണ്. ആദ്യ വിവാഹം തന്നെ വേണം നമുക്ക് നിർബന്ധമില്ല. പക്ഷെ മക്കൾ ബാധ്യത ഇല്ലാത്തതായിരിക്കണം എന്നുള്ളൊരു നിർബന്ധമുണ്ട്. കാരണം ഒരു മക്കളെയും കൂടി ഏറ്റെടുത്ത് അവരുടെ ഒരു കാര്യങ്ങളൊക്കെ നോക്കുക, ഫിനാൻഷ്യലി ആയാലും. ഇപ്പോൾ നജ്മുദ്ദീനൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇപ്പോൾ ചെറിയ കട ഒക്കെ ഇനി ഉഷാറാക്കി വരുന്നൊരു പാർട്ട്ണർ ഉഷാറാണെങ്കിൽ എല്ലാം അടിപൊളിയായിട്ട് അങ്ങ് പോകും. പിന്നെ കറകളഞ്ഞ ഒരു സ്നേഹം തീർച്ചയായിട്ടും കിട്ടും. ഇക്ക പറഞ്ഞ പോലെ തന്നെ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു ആൾ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ നിങ്ങൾക്കൊരു സംശയവും വേണ്ട. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഈ പറഞ്ഞ പോലെ വിഷയമാക്കണ്ട. വയസ്സായാലും ദൂരമായാലും പിന്നെ ആദ്യ വിവാഹം അല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ട് കുഴപ്പമില്ല. പക്ഷേങ്കിൽ ഇവർ നോക്കേണ്ട അവസ്ഥ ഇല്ലാത്തുണ്ടാവുമല്ലോ, മൈന്യൂട്ടായിട്ടുള്ള. ഇപ്പോൾ ഇവരെ കൂടെ നടക്കാനും എല്ലാത്തിനും ഒക്കെ ഒരു കാലിന് ചെറിയൊരു വരം കുറവ്, അങ്ങനെ ചെറിയ മൈന്യൂട്ടായി. ഇപ്പോൾ ഒരു ചെരുപ്പിട്ട സെറ്റാവും, അങ്ങനെയൊക്കെയുള്ള കുട്ടികളുണ്ടാവും സ്മാർട്ടായിട്ട് എല്ലാത്തിനും പറ്റിയത്. കാരണം ഇവിടെ 2 ആൾ ഈ സ്ഥിതിയിലുള്ളത് കൊണ്ട് ഇനി വരുന്ന ഒരാൾ അങ്ങനെ ഓവർ വിഷയങ്ങളാകുമ്പോൾ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ആവുക. ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യും. ബാക്കിയൊക്കെ നേരിട്ട് നിങ്ങൾ സംസാരിക്കുക. ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിച്ചിട്ട് മുമ്പോട്ട് വരിക കേട്ടോ. ഓക്കെ.